പ്രിയപ്പെട്ടവരെ, നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം അസ്തമിച്ച ഒരവസ്ഥയിലാണ്. സർക്കാർ അദ്ദേഹത്തിനെതിരെ ചില നീക്കങ്ങൾ നടത്തിയെങ്കിൽ തന്നെയും അതിൽ നിന്നും സർക്കാർ നിരുപാധികം പിന്മാറിയ ഒരു സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. കല്ലേൽ കടിച്ച് പല്ല് കളയുക എന്നൊരു ചൊല്ല് പണ്ടുണ്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ്. ഹാരിസ് തൻ്റെ സത്യസന്ധത കൊണ്ട്, അപാരമായ മാനവിക മൂല്യം കൊണ്ട് അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ നിയമത്തിൻ്റെ ഒരു പരിധി വിട്ട് പോയിട്ടുണ്ടെങ്കിലും അത് വളരെ സത്യസന്ധമായ ഒരു നീക്കമായിരുന്നു. വളരെ നാളുകളായി നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന സാഹചര്യത്തിലും ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഓപ്പറേഷന് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാതെ കൃത്യസമയങ്ങളിൽ ഓപ്പറേഷനുകൾ നടക്കാതെ വരികയും അതുപോലെ തന്നെ ചില ഉപകരണങ്ങൾ പാവപ്പെട്ട രോഗികളിൽ നിന്ന് തന്നെ കളക്ഷൻ നടത്തി വാങ്ങിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യത്തിലായിരുന്നു ആ ഡോക്ടറുടെ ഡിപ്പാർട്ട്മെന്റും. ആ നിസ്സഹായ അവസ്ഥ അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സമൂഹത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, താനത് സർക്കാരിനെ ഇകഴ്ത്താൻ വേണ്ടി ചെയ്തതല്ല. അത് പലപ്പോഴും ബന്ധപ്പെട്ടവർക്ക് അതിൻ്റെ അപേക്ഷകൾ കൊടുക്കുകയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് പോലും കത്ത് കൊടുത്തിട്ട് ഒരു പരിഗണന, ഒരു റിപ്ലൈ കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് അത് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് സമയത്ത് ഓപ്പറേഷൻ നടത്താൻ കഴിയാത്തതിനാൽ അവൻ അനുഭവിക്കുന്ന വേദന കണ്ടു നിൽക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. ആ ഒരു വിഷമം, ആ ഒരു ഘട്ടത്തിലാണ് തനിക്ക് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേ തുടർന്ന് ഉണ്ടായ സംഭവവികാസങ്ങൾ എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വല്ലാത്ത ഒരു ആഘാതമായി പുറത്തു വരികയും അത് സർക്കാരിനേറ്റ ഏറ്റവും വലിയ ഒരു അടിയായി തീരുകയും ചെയ്തു. നമ്പർ 1 കേരളം, നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ മേഖല എന്നൊക്കെ മേനി പറഞ്ഞുകൊണ്ടിരുന്ന ഗവൺമെന്റും ഇടതുപക്ഷവും പക്ഷെ ഇതിന്റെ ആരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഡോക്ടർ ഹാരിസിനെ നല്ല രീതിയിൽ പ്രശംസിക്കുകയും നല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തെ തഴുകിക്കൊണ്ട് പ്രഹരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ആരോഗ്യ വകുപ്പിൻ്റെ നല്ല പേര്, അതിൻ്റെ സൽകീർത്തി ഇതുമൂലം നഷ്ടപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. അതേ തുടർന്ന് എം.വി. ഗോവിന്ദൻ മാഷും അതുപോലെ മറ്റ് പല മന്ത്രിമാരും രംഗത്ത് വന്ന് ഹാരിസിനെതിരെ പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായി. ഇത് ഹാരിസിൽ വല്ലാത്ത ഒരു മാനസിക സംഘർഷം തന്നെ ഉണ്ടാക്കി.
അദ്ദേഹം എത്രത്തോളം ശുദ്ധനാണ്, എത്രത്തോളം അദ്ദേഹം സത്യസന്ധത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും വിളിച്ചോതുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ സർക്കാർ തരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ശമ്പളം വാങ്ങിക്കൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ പോയി പണിയെടുത്ത് പണമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാൻ അതിന് തുനിഞ്ഞില്ല. സർക്കാർ കോളേജുകളിൽ പഠിച്ച് ബഹുജനത്തിൻ്റെ നികുതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ തൻ്റെ സേവനം സർക്കാർ ആശുപത്രികൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ഉറച്ച നിലപാടിൻ്റെ പുറത്താണ് എല്ലാ പ്രതിസന്ധി സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് താൻ ഈ ഗവൺമെന്റ് സർവീസിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇതേ സംബന്ധിച്ചുള്ള ഓരോ പ്രതിസന്ധികളെ നേരിടുമ്പോഴും അതെല്ലാം വളരെ സത്യസന്ധത അത് കൈവിടാതെ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുവാൻ പല നീക്കങ്ങളും ഉണ്ടായി, അത് ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായി. അപ്പോഴെല്ലാം അദ്ദേഹം വളരെ അച്ചടക്കത്തോടുകൂടി ആ സർക്കാരിനോടുള്ള ഒരു കടപ്പാട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിലെല്ലാം ഉപരി അദ്ദേഹം അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹം ആ ഒരു ചായ്വിൽ തന്നെ, ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം സ്വരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, CPM-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അത് ആ ഇലക്ഷൻ ടൈമിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഡോക്ടർ ഹാരിസ് അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലേ എന്ന് വരെ അന്ന് ചോദ്യമുണ്ടായതാണ്. പക്ഷെ അത്രത്തോളം ആ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനപ്രകാരം 4 പ്രമുഖ ഡോക്ടർമാരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അവർ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഹാരിസിനെ വളരെ മോശപ്പെടുത്തി ഒന്നും തന്നെ ഇല്ലെങ്കിൽ തന്നെയും ഹാരിസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ സർജറിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കാണാതെ പോയി, ശശി തരൂർ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും വാങ്ങിക്കൊടുത്ത ഒരു ഉപകരണമാണത്, അത് കാണാതെ പോയി എന്ന് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ വിവാദമായി വളരെ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിലെ മീഡിയകളെല്ലാം തന്നെ നല്ല രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിനെ കുറ്റക്കാരനാക്കാനോ കള്ളനാക്കാനോ ഒക്കെയുള്ള ഒരു ശ്രമമായിട്ട് അത് വല്ലാത്ത തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടു. അദ്ദേഹം 1-2 ദിവസത്തേക്ക് ലീവിലായിരുന്നു. ആ ടൈമിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറും അതുപോലെ അവിടുത്തെ സൂപ്രണ്ട് ഡോക്ടർ സുനിലും ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. വളരെ എന്താ പറയുക, അവർ രണ്ടുപേരും വളരെ മികച്ച ഡോക്ടർമാരാണ്. മെഡിക്കൽ കോളേജിലെ വളരെ മികച്ച 2 ഡോക്ടർമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. പക്ഷെ അവർ നടത്തിയ പത്രസമ്മേളനം പൊളിഞ്ഞു പാളീസായി പോയി എന്നുള്ളതാണ്. പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയാതെ അവർ ഇരുട്ടിൽ തപ്പുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. കാരണം അവധിയെടുത്ത ആ 2 ദിവസത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹത്തിന്റെ ജൂനിയറെ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൂമിന്റെ ചാവി ആ ജൂനിയർ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുമൊക്കെയാണ് ഡോക്ടർ ഹാരിസ് പോയത്. ആ മുറി തുറന്ന് ഈ പ്രിൻസിപ്പലും ഈ സൂപ്രണ്ടും കൂടി അവിടെ പരിശോധന നടത്തുകയും അങ്ങനെ അവിടെ
ഈ നഷ്ടപ്പെട്ട ഉപകരണം അവിടെ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അത് നഷ്ടപ്പെട്ടിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അത് വൈദഗ്ധ്യത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റിയ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരിക്കൽ ആ മാറ്റിവെച്ച ഉപകരണം അവിടെ കണ്ടെന്നും അതിനകത്ത് ഒരു പുതിയ ബില്ല് ഇരുന്നെന്നും, ചുരുക്കി പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട ഉപകരണം ഡോക്ടർ ഹാരിസ് പിന്നീട് വാങ്ങി അവിടെ വെച്ചതാണെന്നുള്ള തരത്തിൽ ഈ പ്രിൻസിപ്പലും ഈ സൂപ്രണ്ടും പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നടത്തിയ ആ പത്രസമ്മേളനം പൊളിഞ്ഞ് പാളീസായി എന്ന് തന്നെ പറയേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയത്. അതിനുശേഷം മന്ത്രി പത്രങ്ങളെ കാണുമെന്നും ഗവൺമെന്റിന്റെ തീരുമാനം അറിയിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും പിന്നീട് മന്ത്രി പത്രക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാ കാര്യങ്ങളും അവസാനിച്ചിരിക്കുന്നു, ഗവൺമെന്റിന്റെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവില്ല, സ്വാഭാവികമായ അന്വേഷണങ്ങൾ മാത്രമാണ് നടന്നതെന്ന് പത്രക്കാരോട് പറഞ്ഞുകൊണ്ട് മന്ത്രി പോവുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ ഒന്നായ സപ്പോർട്ടുമുണ്ട് ഡോക്ടർ ഹാരിസ് ഈ സംഭവത്തോടുകൂടി ലോക മലയാളികളുടെ മുന്നിലെ ഒരു വലിയ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയുടെ, അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെ, സഹനതയുടെ എല്ലാം മികച്ച ഒരു ക്യാരക്ടർ സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടുകയും ജനമൊന്നടങ്കം കക്ഷിയും രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഗവൺമെന്റ് പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചെങ്കിലും അദ്ദേഹം ഏതായാലും ഗവൺമെന്റിന്റെ ഒരു പോരാഴിക എടുത്തു പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു ക്ഷീണത്തിന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം ചാർത്തി അദ്ദേഹത്തെ ചെറുതായെങ്കിലും ഒന്ന് താക്കീത് ചെയ്യുവാനോ ശിക്ഷിക്കുവാനോ ഉള്ള ഒരു ശ്രമത്തിൽ മുന്നോട്ട് പോയത്. പക്ഷേ ആ ശ്രമവും കൂടുതൽ ദോഷം ചെയ്യുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. ജനങ്ങളുടെ താല്പര്യം അതിനെതിരാണെന്നും ജനങ്ങളുടെ കൂടുതൽ കുറ്റപ്പെടുത്തലിനും കൂടുതൽ വെറുപ്പിനും അത് കാരണമാകുമെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിൽ നിന്നും ബുദ്ധിപൂർവം ഗവൺമെന്റും വകുപ്പ് മന്ത്രിയും പിന്മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് ഡോക്ടർ ഹാരിസ് സർക്കാരിനും വകുപ്പ് മന്ത്രിക്കുമെല്ലാം നല്ലത് പറഞ്ഞുകൊണ്ട് മന്ത്രിയും സർക്കാരും എല്ലാവരും തന്നെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ, തനിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും അവരുടെ എല്ലാം കരുതൽ തനിക്കുണ്ടായിരുന്നെന്നും സ്നേഹം ഉണ്ടായിരുന്നെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. ഹാരിസുമായി ബന്ധപ്പെട്ട ഈ ഗൗരവതരമായ പ്രതിസന്ധി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഈ സൈബർ സഹാക്കൾ ഇപ്പോഴും ഇതെല്ലാം അവസാനിച്ചു എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ മോശപ്പെടുത്തിക്കൊണ്ടും അവഹേളിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്, പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും നടക്കുമല്ലോ. കമ്പപ്പരയ്ക്ക് തീ പിടിച്ചതുപോലെയാണല്ലോ ഈ സൈബർ സഖാക്കളുടെ ഈ ക്യാപ്സ്യൂളുകൾ പൊട്ടിത്തുടങ്ങിയാൽ ആദ്യം ഒരു കൂട്ടപ്പൊരിച്ചിലാവുകയും പിന്നീട് ദൂരേക്ക് തെറിച്ചു വീഴുന്നത് ഒറ്റപ്പെട്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ്. ആ ഒരു സാഹചര്യമാണ്
ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഡോക്ടർ ഹാരിസിന് എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. അദ്ദേഹം സമൂഹത്തോട് കാണിച്ച ഈ വലിയ ത്യാഗ മനോഭാവം, ഈ ആത്മാർത്ഥത, ഈ സത്യസന്ധത, ഇതൊക്കെ നാട്ടിലെ ജനങ്ങളുടെ, സാധാരണക്കാരുടെ ഏറ്റവും വലിയ സമ്പത്താണ്, ഭാഗ്യമാണ് എന്ന് പറയാതെ വയ്യ. ആയിരക്കണക്കിന് രോഗികൾ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന രോഗികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും അദ്ദേഹത്തിൻ്റെ സേവനം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. ആ സ്ഥിതി തുടർന്നു പോകട്ടെ മുന്നോട്ട്. നമ്മുടെ സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ സേവനം എന്നെന്നും കിട്ടത്തക്ക രീതിയിൽ ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.